ഹലോ മച്ചന്മാരെ, ഒരു ട്രിപ്പ് പോയാലോ നമുക്ക്? അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് അവധിയായിരുന്നു, വ്യാഴാഴ്ച. എല്ലാവർക്കും അവധി തന്നെയല്ലേ, മെയ് 1. അപ്പോൾ ഒരു ട്രിപ്പ് അങ്ങ് പോകാൻ ഓർത്തു. കൂടെ നമ്മുടെ സ്വന്തം മച്ചാനുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടക്കുവാണ്. ഓക്കെ, നമ്മളെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പോകുന്ന വഴി ഞാൻ നിങ്ങളൊരു സാധനം കാണിച്ചു തരാം. അങ്ങനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പറയണേ. നമ്മുടെ നാട്ടിൽ കാണാത്തൊരു ഐറ്റമാണ്. ഇതൊരു വിൻറ്റേജ് ഹോണ്ട മോഡൽ ടൈപ്പാണ്. നമ്മുടെ നാട്ടിൽ ഈ ടൈപ്പ് വണ്ടിയൊന്നുമില്ല. ഇത് ഇവിടുത്തെ ഒരു ടൈപ്പ് വണ്ടികളാണ് കേട്ടോ. എല്ലാം ഈ ഒരു ടൈപ്പ് വണ്ടികളാണ്. അതിനകത്തൊരു വെറൈറ്റി സാധനമാണിത്. ഓക്കെ, പിന്നെ ഇവരാണ് നമ്മുടെ കൂടെ വരുന്നവർ. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിവിടുത്തെ അത്യാവശ്യം നൈസ് മെമ്പേഴ്സാണ്. ഇവർ കൗൺസിലാണ് വർക്ക് ചെയ്യണത്. കൗൺസിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുത്തെ പഞ്ചായത്ത്, അവിടുത്തെ മെമ്പേഴ്സും അതുപോലെ തന്നെ അവിടുത്തെ ഓഫീസ് സ്റ്റാഫുകളൊക്കെയാണ് ഇവർ. ഇവർക്ക് ഇന്ന് അവധിയാണ് നമ്മളെപ്പോലെ തന്നെ. അതുകൊണ്ട് ഇവർ തൊട്ടടുത്തുള്ള ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഐലൻഡിൽ പോകുന്നു, ചില്ല് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ഇതാണ് ഇവരുടെ പ്ലാൻ. ഞാൻ ഓർത്തത് ഫിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണെന്നാണ്. അപ്പോൾ ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ ഫിഷിംഗ് അല്ല. ഇവർ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഇവരൊന്ന് പോയി ചില്ല് ചെയ്യാനുള്ളൊരു പ്ലാനിലാണ് ഇവർ പോണേ. അത്യാവശ്യം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടോ. കാരണം പോകുന്ന വഴിക്ക് നമുക്ക് ഫുഡിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവന്മാരുടെ കോസ്റ്റ്യൂമുണ്ടോ? ഞങ്ങളുടെ കോസ്റ്റ്യൂമുണ്ടോ? അവർ പക്ക ആ ഒരു വൈബിലാണ് വന്നേക്കണേ. നീന്താനും അതിനും പരിപാടിയൊക്കെ ആയിട്ട്. ഞങ്ങളെന്തോ ഊട്ടിക്ക് ടൂർ പോകണമല്ലേ വന്നേക്കണേ. അപ്പോൾ വണ്ടി പതുക്കെ വിട്ട്. ഇവിടുത്തെ ഒരു വൈബ് എന്നാണെന്നറിയോ? പക്ഷേ ഈ വൈബ് ആസ്വദിക്കാൻ പറ്റില്ല മര്യാദയ്ക്ക്. കാരണം പൂരി വെയിലാണ്. എനിക്കറിയില്ല ഇവരെങ്ങനെ ഇതിനകത്ത് സസ്റ്റെയിൻ ചെയ്യണമെന്ന്. അപ്പോൾ അത്യാവശ്യം പാചകത്തിനുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത് സ്ക്വിഡാണ്. സാധനം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? പൊളിയാണ്. അപ്പോൾ ഇവർ പോകുന്ന വഴിക്ക് തന്നെ ഇവർ ഇതിനകത്ത് കടലിൽ ചാടാനുള്ള പ്ലാനാണ്. നമുക്ക് അതിനുള്ള ധൈര്യമില്ല. കാരണം നമ്മളിപ്പോൾ തന്തവൈബാണല്ലോ. കാരണം എന്തോ ധൈര്യമില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള കുറച്ച് മച്ചാന്മാർ ഇതിൻ്റെ ഇടയ്ക്ക് പതുക്കെ ചാടി നീന്തി സെറ്റായി ഇതിൻ്റെ അടിയിലൊക്കെ പോയി ഒന്ന് കണ്ട് റിലാക്സ്ഡായി ഒക്കെ പോയിട്ട് വരും. അപ്പോൾ നമ്മുടെ വണ്ടി അതനുസരിച്ച് പതുക്കെ പോകും. വണ്ടി എന്ന് പറഞ്ഞാൽ ബോട്ട്, ചില സമയത്ത് നമ്മൾ ലോഞ്ചെന്ന് പറയും, അങ്ങനെ. ഓക്കെ, അപ്പോൾ ഇത് കണ്ട നമ്മുടെ മച്ചാനൊരാഗ്രഹം ഒന്ന് ചാടിയാലോന്ന്. അയാൾ ചാടി കഴിഞ്ഞപ്പോൾ എന്തോ അളിയൻ ഉദ്ദേശിച്ച കളിയല്ല എന്ന് മനസ്സിലായി. കളിയും കയറി. അപ്പോൾ അവർ പാചകത്തിനുള്ള കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പതുക്കെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അടിപൊളി. ഇതൊക്കെ ഇടയ്ക്ക് വരുന്ന ഐലൻഡുകളാണ് സെപ്പറേറ്റായിട്ട്. ഇതാണ് നമ്മുടെ ഐലൻഡ്. നമുക്കിവിടെയാണ് ഇറങ്ങേണ്ടത്. നമ്മൾ ഇന്നും വരുന്ന ഐലൻഡിലേക്കല്ല വന്നേക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഇത് വേറൊരു ഐലൻഡാണ്. കുറച്ച് ദൂരത്തേക്കാണ് ഇവർ വന്നേക്കണത്. അതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, ഞങ്ങൾ അതിൽക്കിടെയൊക്കെ നടന്ന് പതുക്കെ അവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നോക്കി ഒന്ന് ഇതൊക്കെ എന്താ കളി എന്നൊക്കെ മനസ്സിലാക്കി നടക്കുവാണേ. അപ്പോൾ ഇവർ പറഞ്ഞു നിങ്ങളൊന്ന് പോയി എക്സ്പ്ലോർ ചെയ്യുക. കാരണം എന്താ, ഇവർ ഫുൾ ടൈം ഇവരിങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പോയപ്പോൾ എനിക്കൊരാഗ്രഹം, മരത്തിൽ കയറണം. എന്താ പൊന്നു വച്ചാനെ, പഴയ അവസ്ഥയല്ല. ഒരു കാലം കതിരണിയും തകർന്നു, ചെരുപ്പൊക്കെ പൊളിഞ്ഞു പോയി. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. അപ്പം മരത്തിൽ കയറി എൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി കരിക്കിട്ട് കുടിക്കാൻ തീരുമാനിച്ചു. ആ ഐലൻഡ് നിറച്ച് കരിക്കിൻ്റെ അയ്യരകളിയാ. എന്താണ് മച്ചാനാണെങ്കിലോ കിട്ടിയ സാധനമായിട്ട് പൊതിച്ചുകൊണ്ടിരിക്കുക. പിന്നെന്ത് ചെയ്യാൻ പറ്റും? കരിക്ക് പൊട്ടിക്കുന്നു, കുടിക്കുന്നു, കരിക്ക് പൊട്ടിക്കുന്നു, കഴിക്കുന്നു. അങ്ങനെ കരിക്ക് പൊട്ടിക്കുന്നു, കുടിക്കുന്നു, കരിക്ക് പൊട്ടിക്കുന്നു, കുടിക്കുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ബോറടിച്ചു. ഞങ്ങൾ തിരിച്ചെത്തിയപ്പോഴത്തേക്കും അവർ മീനൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. മച്ചാനത് കണ്ടതും ശരിക്കും ഇതല്ല കേട്ടോ സമയം വരേണ്ടത്. പക്ഷേ ഇവരെപ്പോഴും വരുന്ന ഈ ഒരു സമയത്താണ്. അതെന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇട്ടില്ല. ഇവർക്ക് ഈ പൊരുവയിൽ കൊള്ളാനൊരു താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നണം. വൈകുന്നേരം വന്നാൽ എന്തായിരിക്കും ഒരു സ്കീം? ഈ കാറ്റൊക്കെ കൊണ്ട് ഈ വൈകുന്നേരത്തെ ഒരു സൺസെറ്റല്ലേ, സൺസെറ്റൊക്കെ കണ്ട് റിലാക്സ്ഡായിട്ട് ചായയൊക്കെ കുടിച്ച് സെറ്റായി. അത് പോട്ടെ,
കുളിക്കാൻ പോകാൻ നോക്കിയപ്പോൾ അവിടെ മതിയായ പാറ, അവിടെ വീഴണ്ടെന്ന് ഓർത്ത് അടുത്ത സൈഡിലേക്ക് പോയി. അപ്പോഴേക്കും അവന്മാർ പോകാമെന്ന് പറഞ്ഞ് വിളിച്ചു. പിന്നെ പോയേക്കാം അല്ലേ. അപ്പോൾ പതുക്കെ തിരിച്ച് പോകാനുള്ളൊരു പ്ലാനിലാണ്. സ്റ്റിൽ വെയിലാണ്, പക്ഷേ എന്താല്ലേ ഒരു രസമാട്ടോ. ഇവരാണെങ്കിലോ ഇവർക്കുള്ള റിസോഴ്സിൽ ഇവർ ഹാപ്പിയാണ്. ഇവരുടെ ഐലൻഡ് ലൈഫും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് സംസാരിക്കാം. നമ്മുടെ അളിയനാണെങ്കിലോ അതിലും ഹാപ്പി. ഇവരുണ്ടല്ലോ, ഇവർ പിടിച്ച മീൻ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങ് തന്നു. ഞങ്ങൾ കൊണ്ടുപോയി ഇത് സെറ്റാക്കാൻ പറഞ്ഞു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ മൂടങ്ങ് മാറി. എന്ത് രസമാണെന്നറിയോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമയമായത്. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ഞാൻ ഏറ്റവും ഈ ട്രിപ്പിൽ എൻജോയ് ചെയ്ത് തിരിച്ചു വന്ന യാത്രയാണ്. അപ്പം നമ്മുടെ ഐലൻഡിൽ തന്നെ എത്തി. നമ്മുടെ ഐലൻഡിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല, ഗദ്ദു എന്നാണ് ഐലൻഡിൻ്റെ പേര്. അത്യാവശ്യം നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഐലൻഡാണ്, നല്ല പീസ്ഫുള്ളാട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. എന്നാൽ പിന്നെ ബൈ.